ഗൈസ് ഇതാക്കി നമ്മുടെ മീൻ തണ്ടതാണ്. നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പൊ ഇത് കട്ട് ചെയ്യാം. ഈ കമ്പി തിരിഞ്ഞ് നിന്നിട്ട് അപ്പുറത്തെ കമ്പിലോട്ട്. ഹായ് അണിലടാ. ആ ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ, ഓരോരുത്തർ ഇറങ്ങി വരി 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 വരി. അങ്ങനെ എന്തിനാ നമുക്ക് ഭഗവാനെ കിട്ടി. ഹായ് കൂട്ടുകാരെ, ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തിനാണ് വിശേഷങ്ങൾ? ഞാൻ എൻ്റെ വീട്ടിൽ പോയി. ഈ കാണുന്നത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീടാണ്. അവിടെ അമ്മയ്ക്ക് ഒരുപാട് ചെടികളുണ്ട്. അങ്ങനെ നന്ദയുടെ വീഡിയോ എടുക്കുന്നത്. ഹായ്. അങ്ങനെ രാവിലെ അമ്മ ഒരു ആദ്യച്ചക്കയെ കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ദോശയും സാമ്പാറും ചമ്മന്തിയും രാവിലെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുക്കള പണി തുടങ്ങി. അച്ഛൻ വലിയൊരു ചൂര മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അച്ഛൻ. അമ്മയെ അടുക്കളയിൽ എല്ലാം സഹായിച്ചു കൊടുക്കാറുണ്ട്. രാവിലെ ഞാൻ ചെന്നപ്പോൾ ഇന്ന് ചീര അരിയുന്ന രംഗമാണ്. അത് കഴിഞ്ഞ് അമ്മ കിഴങ്ങൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചോറ് തിളച്ചു. അച്ഛൻ മീൻ കറിക്കുള്ള തേങ്ങ വറുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ മീൻ കട്ട് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും നന്ദയും കൂടെ മീൻ കട്ടിക്കാനായിട്ട് പോയി. നന്ദ വലിയ മീനായിട്ട് എടുത്ത് വെച്ച് ഇപ്പം കണ്ടിച്ചളയെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും അമ്മയെ കൂടെ നല്ല പണിപ്പെട്ടിട്ടാണ് ആ ചൂര കണ്ടിച്ചെടുത്തത്. നല്ല ചൂരയായിരുന്നു. നല്ല നിറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചൂരയെല്ലാം കണ്ടിച്ച് വന്നപ്പോഴത്തേക്ക് അച്ഛൻ മീൻകറിക്കുള്ള അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂരയിലോട്ട് അരപ്പ് ചേർത്ത് മീൻകറിക്ക് അടുപ്പി വെച്ചു. പിന്നെ കുറച്ച് ചൂര എടുത്ത് പൊരിച്ച് പഞ്ഞി എടുത്ത് പൊരിച്ച് മീൻകറിയായി. അച്ഛൻ മീൻകറിക്ക് ഒഴിക്കുന്നുണ്ട. മീൻകറി വയ്ക്കാൻ കയറി കഴിഞ്ഞാൽ അച്ഛൻ തന്നെ അതെല്ലാം ചെയ്യും. എന്നാലും അച്ഛന് തൃപ്തി വരുള്ളൂ. പിന്നെ ചീരത്തൂര റെഡിയാക്കി. അത് കഴിഞ്ഞ് കാന്താരി മുളക് വറുത്തത്. അവിടെ എൻ്റെ ഒരു കാന്താരി ഇവിടെ ഇരിക്കുന്നുണ്ട. കിഴങ്ങ് റെഡിയായി. പിന്നെ രസം വെച്ച് അങ്ങനെ ഉച്ചയൂണിനുള്ള എല്ലാം ഒരുവിധം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 11 മണിയായപ്പോഴേ ഉച്ചയൂണിനുള്ള എല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ പൊരിച്ചത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമ്മളെ ചൂര കണ്ടിച്ചപ്പം എടുത്ത പരുവില്ലേ, ആ പരു പൊരിക്കാനായിട്ട് ഇട്ടു. അത് അപ്പോഴേ തന്നെ അപ്പുറത്തെ അടുപ്പിൽ മീൻകറി റെഡിയായി. അത് അമ്മ കടുവറുത്ത് മീൻകറിയിൽ വീഴ്ത്തി. അപ്പോഴത്തെ അച്ഛൻ പുറത്തോട്ട് പോയിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി സിപ്പപ്പൊക്കെ മേടിച്ചിട്ട് തന്ന്. അത് അപ്പോഴത്തേക്കും മോൻ ട്യൂഷൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പോഴത്തെ വീട്ടിലൊരു തടിയങ്കാ നിൽക്കുകയായിരുന്നു. അവൻ വരുന്ന മുമ്പേ നന്ദ ഒരു ട്രിപ്പ് കയറി നോക്കി, അമ്മ ഒരു ട്രിപ്പ് കയറി നോക്കി, ഒന്നും പറ്റിയില്ല. പിന്നെ അവൻ വന്നതിന് ശേഷം ഇവർ 3 പേരും കൂടെ ശ്രമിച്ചിട്ടാണ് ഈ തടിയങ്ക അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇന്നത്തെ അമ്മയുടെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ്. അങ്ങനെ ഒരു തടിയങ്ക കിട്ടി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചോറ് കഴിച്ച് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. താങ്ക്